ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഡേ 6 ഓഫ് 11 ഡേയ്സ് ചലഞ്ച്. അപ്പോൾ എൻ്റെ കോലൊന്നും കണ്ട് ആരും പേടിക്കരുത് കേട്ടോ. നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ലുക്കൊന്നും നോക്കില്ലല്ലോ. എനിക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എക്കണോമിക്സിലത്തെ അന്നത്തെ പെൻഡിങ് ഉണ്ടായിരുന്ന സെക്കൻഡ് ചാപ്റ്റർ പഠിക്കണം എന്നുണ്ടായിരുന്നു. മൊത്തമൊന്നും കഴിഞ്ഞിട്ടില്ല, അത് വലിയൊരു ചാപ്റ്റർ. അവർ കുറച്ചൊക്കെ പഠിച്ചു. പിന്നെ ഹിസ്റ്ററിയിലത്തെ 4th ചാപ്റ്റർ ബുദ്ധിസം, ജൈനിസം, പിന്നെ ബുദ്ധിസത്തിൻ്റെ പിളർച്ച, സ്തൂപങ്ങൾ, അങ്ങനെ കുറേയൊക്കെ പഠിക്കാനുള്ളത്. പിന്നെ സ്തൂപത്തിൻ്റെ രൂപമൊക്കെ ഞാൻ അങ്ങനെ ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്ത് നോക്കി, ആ സ്ട്രക്ചറൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ ഹിന്ദിയിലത്തെ ഒരു മേരാലാൽ എന്ന് പറഞ്ഞിട്ടുള്ള അത് ടീച്ചർ ഇന്ന് തന്നെ ഭാവാർത്ഥം എഴുതി തന്നിട്ടുള്ളൂ. അതൊക്കെ ഒന്ന് വായിച്ച് നോക്കി. പിന്നീട് എന്തായിരുന്നു, എനിക്ക് നാളെ സ്കൂളിൽ എക്സാം പറഞ്ഞിട്ടുള്ള നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുള്ള ജോഗ്രഫിയിലത്തെ ഫസ്റ്റ് സെക്കൻഡ് ചാപ്റ്റേഴ്സ്, പിന്നെ പൊളിറ്റിക്സിലത്തെ ഒരു ചാപ്റ്ററൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. ഉറക്കമൊക്കെ വരുന്നുണ്ടെങ്കിലും അതൊക്കെ വായിച്ചു. What people think consistency is and what actual consistency is really different. എല്ലാവരും വിചാരിക്കും കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെ നല്ല പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുന്നതൊക്കെ ആയിരിക്കുന്നത്. പക്ഷേ സംഭവം ശരിക്കും അങ്ങനെയല്ല. ഈ ഗ്രാഫിൽ, ഈ ഒരു പിക്ചറിൽ കാണുന്നത് പോലെ എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ ആയിരിക്കണം എന്നില്ല. ചില ദിവസം നല്ലപോലെ പ്രൊഡക്റ്റീവ് ആവും, ചില ദിവസം പ്രൊഡക്ടിവിറ്റി കുറയും. എന്ന് വെച്ചാൽ നമ്മളൊന്നും ചെയ്യാതിരിക്കരുത്. ആ ഗ്ലാസ്സിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഒരു ഗ്ലാസ് പോലും എംപ്റ്റി ആയിട്ടുള്ളതില്ല. സോ എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ പറ്റിയില്ലെങ്കിലും കുറച്ചെങ്കിലും എന്നും ചെയ്യാൻ നോക്കുക. കീപ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്. ദാറ്റ്സ് ഫോർ ടുഡേ. ഗുഡ് നൈറ്റ്.